ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നേരത്തെ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ 22 തൊണ്ടിമുതലുകളും 207 രേഖകളുമാണ് കേസിൽ കോടതി മുൻപാകെ ഹാജരാക്കിയത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ നിർണായക തെളിവുകളായി മാറി. 2023 മെയ് 10 പുലർച്ചെയായിരുന്നു വന്ദനാദാസിനെ മദ്യലഹരിയിൽ കാലിൽ മുറിവുമായി എത്തിയ പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. MG പ്രതീഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതി കുറ്റക്കാരനാണ്, സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് വിധി എപ്പോൾ പ്രതീക്ഷിക്കാം? ശ്രുതി, കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസിന്റെ വിധിയാണ് ഇന്ന് വരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വന്ദനാദാസ് കൊലക്കേസിൽ വിധി പറയും. നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഈ പ്രോസിക്യൂഷൻ വാദങ്ങൾ ഉൾപ്പെടെ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ ശിക്ഷാവിധിയാണ് ഇന്ന് പുറത്തു വരേണ്ടത്. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും കേൾക്കാനുള്ള കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കും. ഈ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുന്നത് ക്രൂരമായ കൊലപാതകമാണ് നടന്നത്, കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് സന്ദീപ് നടത്തിയത് എന്നുള്ള വാദമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, മുതലുകൾ, ഒപ്പം CCTVകളാണ് ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ച വാദം ഈ മാനസിക പ്രശ്നങ്ങളുണ്ട്, കരുതിക്കൂട്ടി ഉണ്ടായിരുന്ന കൊലപാതകമല്ല, കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമായിരുന്നില്ല എന്നുള്ള വാദമായിരുന്നു കേസിൽ ഉടനീളം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി തന്നെ ഈ കേസിൽ സന്ദീപിന് അനുകൂലമായ ഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക പരിശോധനയ്ക്ക് സന്ദീപിനെ വിധേയനാക്കിയിരുന്നു. ആ റിപ്പോർട്ട് കൂടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു ഇളവുകൾ സന്ദീപിന് ലഭിക്കാനുള്ള സാഹചര്യം ഇല്ല. ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷകളായിരിക്കാം ലഭിക്കുക എന്നുള്ള ഒരു അനുമാനത്തിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ഇന്ന് 11 മണിയോടുകൂടി ഈ കേസ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും. വന്ദനാദാസിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഈ വിധി കേൾക്കാൻ എത്തും എന്നതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വധശ്രമം, ഒപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ കേസിൽ പ്രധാനമായും ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരു ഡോക്ടർ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ച ഒരു കേസ് കൂടിയാണ് വന്ദനാദാസിന്റെ കൊലപാതകം. അതിന് പിന്നാലെ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നു. ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെ വന്നത്, ആ നിയമം നടപ്പിലാക്കിയത് ഉൾപ്പെടെ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഉണ്ടായ രോഷം കൊണ്ടാണ്. അത് അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം ഇരമ്പിയ ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിധി ഏറെ നിർണായകമാണ്. പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്ദനാദാസിന്റെ കുടുംബവും ഉള്ളത്. ശരി, എന്തായാലും കേരള മനസാക്ഷി ഏറെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. വിശദാംശങ്ങളാണ് MG പ്രതീഷ് നൽകിയത്.